മാമാട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള അജ്ഞാത സ്ത്രീയുടെ ശ്രമം പരാജയപ്പെടുന്നു. മാമാട്ടിയെ ചുമന്ന് സാന്ദ്ര നടക്കുന്നതിനെ നന്ദൻ രൂക്ഷമായി വിമർശിക്കുകയും വസുന്ധരയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഓഫീസിൽ ജോലിക്കെത്തിയ സാന്ദ്ര തന്റെ സീറ്റിൽ മറ്റൊരാൾ ഇരിക്കുന്നത് കണ്ട് ഞെട്ടുന്നു. സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫറായി എന്ന സത്യം സന്തോഷത്തിലേറെ ഞെട്ടലാണ് സാന്ദ്രയ്ക്കുണ്ടാക്കുന്നത്. തന്റെ ട്രാൻസ്ഫറിന് പിന്നിൽ മറ്റാരോ പ്രവർത്തിച്ചതായി സാന്ദ്ര മനസ്സിലാക്കുന്നു. മാമാട്ടിയെ പിരിയാൻ പറ്റാതെ വിഷമിക്കുന്ന സാന്ദ്രയ്ക്ക് ആശ്വാസം പകരാൻ കൂട്ടുകാരി നാൻസി എത്തുന്നു. തുടർന്ന് കാണുക. അമ്മ പെട്ടെന്ന് വന്ന് എന്റെ മോളെ കൊണ്ടുപോയിക്കോളാം. ഭക്ഷണം കഴിച്ച് നല്ല മിടുക്കിയായിരിക്കണം. അമ്മ വേഗം വന്നാ മതി. സാന്ദ്ര എവിടെയാ? മാമാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്തായി? നിയമപ്രകാരമുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ പൂർത്തിയായി വരാൻ സമയം കുറെ എടുക്കും. എന്നാലും ഞാൻ ചിൽഡ്രൻസ് ഹോമിൽ ചെന്ന് സംസാരിച്ചു. അഡ്മിഷൻ ശരിയായിട്ടുണ്ട്. നിന്റെ കെയർ ഓഫിലുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ അവിടുത്തെ മാഡത്തിന് വളരെ സന്തോഷമായി. തീരുമാനം ആവും വരെ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് ഏറ്റിരിക്കുക. പിന്നെ മിനിസ്റ്റർ മുഖാന്തരം സ്പെഷ്യൽ ഓർഡർ കിട്ടുകയാണെങ്കിൽ നിനക്ക് കൊണ്ടുപോവുകയും ചെയ്യാലോ. മനസ്സെന്നെ വല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ വലിയൊരു തെറ്റാ കുഞ്ഞിനോട് ചെയ്യുന്നത്. എനിക്ക് അവളെ വിട്ടുപിരിയാൻ പറ്റില്ല. ജോലി രാജിവെച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിക്കുക. നീ അങ്ങനെ തന്നെ പറയണം. അപാര ബുദ്ധിശാലിയല്ലേ നീ. കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് നേടിയെടുത്ത പദവി പന്ത് പോലെ തട്ടിത്തെറിപ്പിച്ച് കളയാവുന്നു അല്ലേ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അവൾ എനിക്ക് ആരാണെന്നും എന്താണെന്നും നിനക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. എന്തായാലും എവിടം വരെ പോവാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാഡം, അറിഞ്ഞോ അറിയാതെയോ എൻ്റെ പ്രവൃത്തികൾ എന്തെങ്കിലും മാഡത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാ. അതൊന്നും സാരില്ല. ഞങ്ങൾ പോകുന്നതിൽ സങ്കടമുണ്ടോ? ഉണ്ട് കുഞ്ഞെ. സന്തോഷമല്ലേ വേണ്ടത്? മോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അന്നമ്മ ചേട്ടത്തി സന്തോഷായിട്ടിരിക്കണം. ഇരിക്കോ? ആ, ഇരിക്കാം. ചേട്ടത്തിയോട് മോക്ക് പിണക്കമുണ്ടോ? അതെന്തിനാ? എന്താ ഞങ്ങളുടെ കൂടെ വരാത്തെ? ഒരു ദിവസം വരാം കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മാഡം. സാന്ദ്രേ, നീ എന്താ ആലോചിക്കുന്നേ? എനിക്ക് എന്താ ആലോചിക്കാനില്ലാത്ത? എങ്കിൽ ഞാൻ നിനക്ക് ഒരു വിഷയം കൂടി തരാം, നിനക്ക് ആലോചിക്കാൻ. ആയിക്കോട്ടെ, ഇനി നീയായിട്ട് കുറവ് വരുത്തണ്ട. നിനക്കിപ്പൊ കിട്ടിയ ഈ ട്രാൻസ്ഫറിന് പിന്നിൽ ഒരാളുണ്ട്. സമ്പന്നനും വ്യവസായ പ്രമുഖനും ഈ ലോകത്ത് നിനക്ക് ഏറ്റവും പ്രിയമുള്ളവനുമായ സുരേഷ് മേനോൻ എന്ന SM. അല്ലാതെ മറ്റാരാ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ? ഈ മഹാന് CMO ആയിട്ട് നല്ല അടുപ്പമാ. ആ അടുപ്പം ഇങ്ങനൊരു മഹത്തായ കാര്യത്തിനായി അദ്ദേഹം വിനിയോഗിച്ചിരിക്കുക. എന്തായിരിക്കും അതിന് പിന്നിലെ ലക്ഷ്യം? മോളും അയാളും തമ്മിൽ എന്തോ ഗൂഢബന്ധമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിന്നെ മാമാട്ടിയും തമ്മിൽ അകറ്റണം. അതാ അയാളുടെ ആദ്യ ലക്ഷ്യം. പിന്നെ കുഞ്ഞിനെ അപായപ്പെടുത്താനുള്ളൊരു നീക്കവും സംശയിക്കാവുന്നതാ. അങ്ങനൊരു നീക്കം അയാൾ നടത്തുമെന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ SM എന്ന മനുഷ്യൻ SM ആയി ഈ ഭൂമിയിൽ ജീവിക്കില്ല. നീ പേടിക്കണ്ട. ചിൽഡ്രൻസ് ഹോമിലാക്കിയിട്ട് നീ പോയാലും ദിവസവും എന്റെ ശ്രദ്ധ ഇവിടെ തന്നെ ഉണ്ടാവും. നീ വാ. ഇതാ അമ്മ പറഞ്ഞ വീട്. ഇവിടെ മോൾ ഓടി ചാടി കളിക്കാൻ എന്തൊക്കെ സംഗതികളാ ഉള്ളതെന്ന് ആന്റി കാണിച്ചരാട്ടോ. വാ. നമസ്കാരം മാഡം. നമസ്കാരം. മാഡം കുട്ടിയും കൊണ്ട് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞിറങ്ങാൻ ഒരല്പം വൈകി. വരൂ മാഡം. വാ വാ മോളെ. മോളെ, ബയോഡേറ്റ ഡീറ്റെയിൽസ് ആയിട്ട് നാൻസി എനിക്ക് തന്നിട്ടുണ്ട്.
രജിസ്റ്ററിൽ ചേർത്തും കഴിഞ്ഞു. അധികം വൈകാതെ മിനിസ്റ്ററുടെ ഓർഡർ വരും. അതുവരെ വേണ്ടി വരുള്ളൂ. മാഡം വലിയ വിഷമത്തിലാണല്ലോ. അവളെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല. മിനിസ്റ്ററുടെ ഓർഡർ വരുന്നത് വരെ പുറത്തൊന്നും ആരെയും അകത്തോട്ട് കയറ്റരുത്. നിങ്ങളത് ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണം സ്വയം വാരിക്കഴിക്കാൻ മടിയുള്ള സ്വഭാവക്കാരിയാ. രാത്രി കിടക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് കൂടെ കിടന്നാൽ നന്നായിരുന്നു. മാഡം എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് ടെൻഷൻ ആവുന്നത്? ഇവിടെ ധാരാളം കുട്ടികളുള്ളതല്ലേ. ഞങ്ങൾ ഓരോരുത്തരുടെ കാര്യത്തിലും വലിയ ശ്രദ്ധ കൊടുത്തിരിക്കും. ഇവള് അനാഥത്വം അറിഞ്ഞു വളർന്നവളല്ല. ഒരു വിധി നിയോഗം പോലെ എന്റെ കയ്യിൽ വന്ന് വീണു പോയതാ. മാഡം ധൈര്യമായിരിക്കും. ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങൾ അന്നു തന്നെ ഞാൻ ഫോണിൽ അറിയിച്ചോളാം. സത്യത്തിൽ മാഡം ഇവിടുന്ന് സ്ഥലം മാറി പോകുന്നതില്ല ഞങ്ങൾക്കൊക്കെ വിഷമം. ഈ ചെടികളുണ്ടല്ലോ കേട്ടോ. അമ്മേ, മോള് നല്ല കുട്ടിയായിട്ട് ഇവിടെ കഴിയില്ലേ? ആ, ദേ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ആന്റി മോൾക്ക് ചെയ്തു തരൂ കേട്ടോ. ആ. അമ്മ മടങ്ങി വരുമ്പോ മോൾ ഇവിടെ സന്തോഷായിട്ട് ഓടിച്ചാടി കളിക്കുന്നത് കാണണം അമ്മയ്ക്ക്. ഉം. പോയി വരുമ്പോ മോൾക്ക് എന്താ അമ്മ കൊണ്ടുവരേണ്ടത്? എനിക്കെന്റെ അമ്മ മാത്രം വന്നാ മതി. അമ്മ വന്നിട്ടേ ഞാൻ ഉറങ്ങൂ. മോള് അമ്മ ഒറ്റയ്ക്കാവുന്നതിൽ വിഷമിക്കണ്ട കേട്ടോ. മോള് കൂടെയുണ്ടെന്ന് ഓർത്താ മതി. ഇനി മോളെ കാണുന്നത് വരെ അമ്മയ്ക്ക് ഉണ്ണാനും ഉറങ്ങാനും പറ്റില്ല മോളെ. അമ്മ വേഗം വരണേ. വേഗം വരും, ഓടി വരും എന്റെ ചക്കര കുട്ടിയെ കൊണ്ടുപോവാൻ. ഉം. കണ്ണോരം കാതോരം കരളേ ഉണര് മഞ്ചാടി മുറ്റത്ത് മകളെ നീ വളര് മാനോടും മിഴിയോരം മുകിലോ അമ്മ പോവണ്ട. അമ്മയെ വിട്ടിട്ട് എനിക്ക് ജീവിക്കണ്ട. അമ്മ ഡൽഹിയിലും പോകണ്ട, കോൺഫറൻസിനും പോകണ്ട, എങ്ങും പോകണ്ട. എനിക്ക് അമ്മ വേണം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അമ്മ പോവല്ലേ. കാതോരം കരളേ നീയുണര് മഞ്ചാടി മുറ്റത്ത് മകളെ നീ വളര്. എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ. ഇതിന്റെ പേരിൽ ആകാശം ഇടിഞ്ഞു വീണോട്ടെ. എനിക്ക് പ്രശ്നമല്ല അത്. ഞാൻ എന്റെ മോളെ കൊണ്ടുപോവാ. സോറി മാഡം. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. തിരുവനന്തപുരത്ത് നേരിട്ട് ചെന്ന് ഞാനതൊക്കെ ശരിയാക്കിക്കോളാം. നീ ഇറങ്ങാൻ നോക്ക് മോളെ. ദാ ഇതെടുത്തോ. ചെല്ലേ. തന്നോട് പറയാതിരുന്നിട്ട് കാര്യമില്ല. സാന്ദ്രയുടെ ട്രാൻസ്ഫറിന് പിന്നിൽ ഞാൻ തന്നെയാണ്. ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്.
എനിക്കത് ചെയ്യേണ്ടി വന്നു. കുട്ടിയുമൊത്ത് ജീവിതം അങ്ങ് മുമ്പോട്ട് പോകുന്തോറും പരിഹരിക്കാൻ പറ്റാത്തൊരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കാനായിരുന്നു സാധ്യത. അവളുടെ ഔദ്യോഗിക ജീവിതത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആ കൊച്ച്. അവളുടെ വിവാഹ ജീവിതത്തിൽ വിലങ്ങുതടിയായി വരികയും ചെയ്യും. ഇന്ന് അവൾ വെറും ദത്തുപുത്രി ആയിരിക്കാം, പക്ഷേ നാളെ മറ്റുള്ളവരുടെ കണ്ണിൽ അവിഹിത ബന്ധത്തിലെ കുട്ടിയായി മാറും. പിന്നീട് കൊച്ചിന്റെ അവകാശികൾ പ്രമാണങ്ങളുമായി വന്ന് ആവശ്യപ്പെടുമ്പോൾ തളർന്ന് കുഴഞ്ഞു വീഴുന്ന സാന്ദ്രയെ നമുക്ക് കാണേണ്ടി വരും. ഇത് കാണാൻ വേണ്ടിയാണോ ഒരുപാട് കടമ്പകൾ കടന്നും ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ അവളെ വളർത്തിക്കൊണ്ടുവന്നത്? ഇതിനൊന്നും ഇടവരുത്താതെ പ്രശ്നങ്ങൾക്കെല്ലാം തടയിടണം. സ്വന്തം മകളെ അകന്നു നിന്ന് നോക്കാൻ മാത്രമേ സാറിന് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു വിധിനിയോഗമായിരിക്കാം. സാർ അനുഭവിക്കുന്നത് ഒരു അച്ഛൻ്റെ വേവലാതികളാണ്. എനിക്കറിയാം മകൾക്ക് വേണ്ടി സാർ ഏതറ്റം വരെയും പോകുമെന്ന്. എൻ്റെ മോളെ വീണ്ടും ഞാൻ തൻ്റെ അടുക്കിലേക്ക് തന്നെ ആക്കി തരിക. എന്തിനാണെന്നറിയാവോ? താൻ വാരി കൊടുത്ത് ഊട്ടി വളർത്തിയതിൻ്റെ ആ നന്മയുണ്ടല്ലോ, അത് ഇനിയും ഇനിയും അവൾക്ക് കിട്ടണം. ഞാനും അതിനു വേണ്ടി തന്നെയാണ് കാക്കുന്നത്. ആ കൊച്ചിനെ പിരിഞ്ഞു വരുന്നതിൻ്റെ മനോവേദന കുറച്ച് ദിവസത്തേക്ക് അവൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ശാഠ്യങ്ങളും വാശികളും അവൾ കാണിച്ചേക്കാം. ആ സന്ദർഭങ്ങൾ താൻ നന്നായി മാനേജ് ചെയ്യണം. എൻ്റെ മോളല്ലേ, ഞാൻ പരമാവധി നോക്കും. ബാലഭവനിൽ അവൾ ആ കൊച്ചിനെ ഏൽപ്പിക്കും. അത് ചെയ്യാതെ അവൾക്ക് മറ്റു മാർഗമില്ല. അവിടുന്ന് ആ കൊച്ചിനെ കൂടുതൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് ഞാൻ മാറ്റിക്കോളാം. എല്ലാം നല്ലതായി തന്നെ വരണേന്നാ എൻ്റെ പ്രാർത്ഥന. താൻ സ്നേഹം കൊണ്ട് അവളെ കീഴ്പ്പെടുത്തി പഴയ സാന്ദ്രമോളാക്കി മാറ്റണം. പണ്ട് അച്ഛനെ കാണിക്കാനായി അണിയിച്ചൊരുക്കിയ മകളെ കൊണ്ട് ദാ ഈ ഭാഗങ്ങളിലും താൻ വന്നിട്ടുണ്ട്. ആ മിടുക്കി കുട്ടിയായിട്ട് ഇനിയും അവളെ എനിക്ക് കാണണം. എന്നിട്ട് അവൾക്ക് വേണ്ടി ഒരു സുന്ദര മണവാളിനെയും കൊണ്ട് ഞാൻ വരും. അവളുടെ കല്യാണ ദിനത്തിൽ അവൾ ഈ ഭൂമിയിൽ ഏറ്റവും വെറുക്കുന്ന മനുഷ്യൻ, അവളുടെ സ്വന്തം അച്ഛൻ, ദൂരെ ഒരിടത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടെ എല്ലാം നോക്കിക്കാണും. ഞാൻ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് അവൾ അറിയണം, ഈ ശപിക്കപ്പെട്ടവൻ അവളുടെ അച്ഛനായിരുന്നുവെന്ന്. എവിടെയായിരുന്നു അമ്മ ഇതുവരെ? ടൗണിൽ പോയതാ മോളെ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട് വരെ. വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അമ്മയ്ക്കൊരു ലിഫ്റ്റ് കൊടുത്തേക്കാന്ന് കരുതി. മുൻ മാനേജറുടെ വീട്ടുകാർക്ക് ഇങ്ങനെ ചെയ്തമില്ലാത്ത ഉപകാരങ്ങൾ ആരായാലും ചെയ്യേണ്ടതല്ലേ? മോളെന്ത് പറയുന്നു? അങ്കിളിന്റെ നല്ല മനസ്സിന് നന്ദി പറയുന്നു. മോളെ ഈടെയായിട്ട് അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. എന്താ, കൂട്ടുകാരിയായിട്ട് പിണക്കത്തിലാണോ? ഞാൻ ദേവുവിന്റെ അടുത്ത് വരാറുണ്ടല്ലോ, അപ്പൊ അങ്കിൾ അവിടെ ഉണ്ടാവാറില്ലെന്നേ ഉള്ളൂ. ദേവുവിന്റെ ബർത്ത്ഡേക്ക് കൂട്ടുകാരിക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല എന്ന പരിഭവം ദേവു എപ്പോഴും പറയും. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. ഇത് ആർദ്രയ്ക്കുള്ളതാ. ഇതുകൂടി വെച്ചോ. ഇത് മോൾക്കുള്ളതല്ല, മോളുടെ ചേച്ചിക്ക്. ചേച്ചി അതിന് ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. അല്ല, ചേച്ചിക്ക് എന്തിനാ ഇത്രയും അധികം? സബ് കളക്ടർ അല്ലേ, ഡ്രസ്സുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. എന്തു പറയുന്നു? എനിക്ക് സന്തോഷം. അവൾക്ക് എപ്പോഴും സന്തോഷം തന്നെയാണ്. സമ്മാനങ്ങൾ കിട്ടുക എന്ന് വെച്ചാൽ പിന്നെ പറയാനുമില്ല. മോളിതൊക്കെ കൊണ്ടകത്ത് വയ്ക്കും. ചെല്ല സാറ്, അകത്തേക്ക് വാ, ചായ കുടിച്ചിട്ട് പോ. ഇപ്പൊ വേണമെന്നില്ല.
ഇവിടെ എത്തിയോ? നിങ്ങൾ എന്തിന് ഇവിടെ വന്നു? എന്നെ സ്വീകരിക്കാൻ വന്നതാണോ നിങ്ങൾ? അതെ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ തന്നെയാ ഞാൻ വന്നത്. സന്തോഷിക്കാനാണെന്ന് മനസ്സിലായി. എന്റെ ഒരു വീഴ്ച കണ്ട് സന്തോഷിക്കാൻ അല്ലേ? ധനവും സ്വാധീനവും ഉപയോഗിച്ച് എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിച്ചത് നിങ്ങളല്ലേ? എന്തിനായിരുന്നു അത്? ഈ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റണം നിങ്ങൾക്ക് അല്ലേ? ഇവളിപ്പോ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇനി നിങ്ങളെന്നല്ല, അതിനപ്പുറത്തുള്ള ആര് വിചാരിച്ചാലും എന്നെ ഈ കുഞ്ഞിനെ തമ്മിൽ വേർപെടുത്താൻ പറ്റില്ല. ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു തെറ്റിദ്ധാരണയില്ല. നിങ്ങളാ ഇതൊക്കെ ചെയ്യിച്ചത്. പക്ഷേ ഉർവശി ശാപ ഉപകാരം എന്ന പോലെ ഞാനിത് എടുത്തിട്ടുള്ളൂ. സ്വന്തം നാട്ടിൽ എന്റെ അമ്മയോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റുമല്ലോ. പിന്നെ ഈ കുഞ്ഞ് നിങ്ങളും തമ്മിലുള്ള ദുരൂഹമായ ബന്ധം എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. മോളെ, ഇനിയുണ്ട് കണ്ടുപിടിക്കാൻ പലതും ബാക്കി. എടി, നീ ആരോടെ സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? അറിയാമേ, എന്റെ അച്ഛന്റെ കൊലയാളിയോട്. മോളെ സാന്ദ്രെ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ല അല്ലേ? ഇനിയും തെളിയാനിരിക്കുന്ന ആ കഥയ്ക്കും ഒരു മറുവശമുണ്ട്. അച്ഛന്റെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങളും ഞാൻ ഇവിടെ ഇരുന്നോട് തെളിയിക്കും. അങ്ങനെയുള്ള ഒരാളെ അമ്മ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കയറ്റി സൽക്കരിച്ചു വിടുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത്രയും കടുപ്പിച്ച് സംസാരിക്കാതിരുന്നോട് നിനക്ക്. ഞാൻ പറയുന്നതൊന്നും അമ്മയ്ക്ക് പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാതിരിക്കാം. സർക്കാർ അനുവദിച്ച ക്വാർട്ടേഴ്സിൽ തന്നെ ഞാൻ കഴിഞ്ഞോളാം. എന്റെ അമ്മ എന്റെ അമ്മയായി തന്നെ ഇരിക്കുവാണെങ്കിൽ അമ്മയോടൊപ്പം ഇവിടെ താമസിക്കാനാ എനിക്കിഷ്ടം. അല്ലെങ്കിലും എന്നെ വിട്ടിട്ട് മറ്റെവിടെങ്കിലും പോയി താമസിക്കാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിങ്ങളോടായിട്ട് ഇനി ഞാനൊരു കാര്യം പറയാം. ആരെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യിക്കാനും സ്ഥാനത്തുനിന്ന് തെറിപ്പിക്കാനും കഴിയുന്നൊരു ഹുങ്ക് നിങ്ങൾക്കുണ്ടായിരിക്കും. ആയുഷ്കാലം മുഴുവൻ ഉദ്യോഗ പവറിൽ മുഴുകി കഴിയാമെന്ന് വലിയ വ്യാമോഹമൊന്നും എനിക്കില്ല. ആ രീതിയിൽ എന്നെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ അച്ഛൻ നിങ്ങളുടെ ജീവനക്കാരനായിരുന്നിരിക്കാം. എന്റെ മാമനും മാമിയും അവിടുത്തെ ജോലിക്കാരും ആയിരിക്കും. പക്ഷേ ആ പേരിൽ ഈ വീട്ടിൽ കയറി ഇറങ്ങാമെന്ന് ഇനി നിങ്ങൾ വിചാരിക്കണ്ട. ഇത് സബ് കളക്ടർ താമസിക്കാൻ പോകുന്ന വീടാ. നിങ്ങൾക്ക് പോവാം. അമ്മേ, ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യം. എന്നെ ട്രാൻസ്ഫർ ചെയ്തത് അയാളാ. മോളെ, ഞാൻ അയാളോട് ഇത്രയും ദേഷ്യത്തിൽ സംസാരിച്ചത് എന്തുകൊണ്ടാണെന്നാ അമ്മ കരുതുന്നത്? ആ മനുഷ്യൻ നമ്മളോട് ആരോടും തെറ്റൊന്നും ചെയ്തില്ലല്ലോ മോളെ. അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുന്നത്. അയാൾ ചെയ്യുന്നതൊക്കെ തെറ്റുകളാ അമ്മേ. ഈ നാട്ടിലെ വലിയൊരു സമ്പന്നൻ സബ് കളക്ടറുടെ വീട്ടിൽ അടിക്കടി വന്നു പോന്നു എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ സൂചനയായിട്ടേ മറ്റുള്ളവർ കണക്കാക്കൂ. ഇനി ഒരു ട്രാൻസ്ഫർ എനിക്ക് ഉടനെ തന്നെ നേരിടേണ്ടി വരും. അമ്മ അത് മനസ്സിലാക്കണം. അയാൾ നല്ല ഒരാളല്ല. വാ മോളെ. സത്യം എന്താണെന്ന് ഞാൻ എങ്ങനെ ഇവളെ പറഞ്ഞു മനസ്സിലാക്കും എന്റെ ഈശ്വര? മോളെ, ഇതാ ഇനി നമ്മുടെ മുറി. ഇതൊക്കെ എന്താ? തുറന്നു നോക്ക്. ആഹാ, സാരിയാണല്ലോ. ഇത് ആർക്ക് വേണ്ടി വാങ്ങിയതാ? ചേച്ചിക്ക് വേണ്ടിയെന്ന് മനസ്സിലായില്ലേ? അമ്മ വാങ്ങിയതാണോ? അല്ല. പിന്നെ മാമനോ? അല്ല. പിന്നെ നീ വാങ്ങിയതാണോ? ഞാൻ എങ്ങനെ വാങ്ങാനാ? എന്റെ അല്ല ഇവിടുന്ന കാശ്. പിന്നെ ഇതാര് വാങ്ങി? SM മംഗളുടെ സമ്മാനം ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു SM മംഗളോ അയാളുടെ കൈക്കൂലി. ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.